റിച്ച് പേൾസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്യുർ അജ്രക്കിൽ വരുന്ന ആപ്ലിക് വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ട സെറ്റുകളാണ് കേട്ടോ, അൺസ്റ്റിച്ച്ഡ് സെറ്റുകളാണ്. ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് തന്നെ ദുപ്പട്ടയിലൊക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ടാസാണ്. കുറെ എൻക്വയറീസ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ പ്യുർ അജ്രക്കിൽ ആപ്ലിക് വർക്ക് എപ്പോഴും നമുക്ക് അവൈലബിൾ അല്ല. അജ്രക്കിന്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് അത് മഴയുള്ള സമയത്ത് നമുക്ക് കിട്ടില്ല. ഈ പ്യുർ അജ്രക്കിൽ അതുപോലെ ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ്. ഇതിൽ വരുന്ന ഈ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഹാൻഡ് ആപ്ലിക് വർക്ക് ആയതുകൊണ്ട് തന്നെ കുറെ സമയം എടുത്ത് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വർക്കുകളാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സെറ്റുകൾ, അതായത് പ്യുർ അജ്രക്കും മെഷീൻ അജ്രക്കും രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ അജ്രക്കിന്റെ കുറെ ഫേക്ക് പ്രിന്റുകളായിട്ട് വരുന്നുണ്ട്, റെപ്ലിക്കാസ് പ്രിന്റുകളായിട്ട് വരുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ റെപ്ലിക്കാസും അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞ വഴിക്ക് തന്നെ ഹൈ പ്രൈസ് ഹൈ കോസ്റ്റ് എന്ന് പറയരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് പ്യുർ ആണ്, ഒപ്പം തന്നെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പ്യുർ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഇതിലെല്ലാം. അതുപോലെ ഇതിന്റെ ലോവർ എൻഡിലും ഒക്കെ ഈ ടാസൽസ് ഒക്കെ കൈകൊണ്ട് കെട്ടി മുത്തൊക്കെ വെച്ച് ഹാൻഡ് വർക്ക് ചെയ്യുന്ന നല്ല റെയർ പീസസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഓരോ പീസുകളായിട്ട് നമുക്ക് കാണാം. എല്ലാം സ്പെഷ്യൽ പീസസ് ആണ്. ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ബോഡി വരുന്നത് കേട്ടോ. ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന പ്യുർ അജ്രക്കിൽ വരുന്ന പ്രിന്റ് ആണ്. പ്യുർ ആയതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്ലോക്സ് ആണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ചെറിയൊരു കളർ സ്മഡ്ജിങ് ഫസ്റ്റ് വാഷിൽ ഉണ്ടാവാം. അപ്പൊ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് കളർ ഗാർഡിൽ ഡിപ്പ് ചെയ്ത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളർ നന്നായി സസ്റ്റെയിൻ ചെയ്യും. അതാണ് കളർ ഗാർഡിന്റെ ഒരു ഗുണം. ദുപ്പട്ട വരുന്നത് ഇതുപോലെ കോട്ടൺ ദുപ്പട്ടയാണ്. ഫുൾ ആപ്ലിക് വർക്ക് ആണ് കേട്ടോ. ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. അത് മാത്രമല്ല ഈ പാച്ച് ഈ ഫ്ലവേഴ്സ് ഒക്കെ ഡിഫറെന്റ് ഷെയ്ഡ്സ് വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്രീനിന്റെ കൂടെ അല്ലാതെ തന്നെ ഇപ്പോ ഇതിൽ വരുന്ന ഈ മെറൂണോ ബ്ലൂവോ ഇതിൽ വരുന്ന എല്ലാ ഷെയ്ഡ്സും ഇതിൽ വരുന്ന ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ്. ഈ ഒരു പോർഷനിൽ ഫുൾ ഹാൻഡ് വർക്ക് ആപ്ലിക് വർക്ക്, ഇവിടെ പാച്ചിങ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് കാണിക്കാം, കണ്ടില്ലേ? ഇതെല്ലാം പാച്ചിങ്ങോട് കൂടി ദുപ്പട്ടയാണ്. ലോവർ എൻഡിലും ഇതുപോലെ മുത്തൊക്കെ വെച്ചിട്ട് ടാസൽസ് ഇട്ടിട്ടുള്ള നല്ലൊരു വെറൈറ്റി സെറ്റ് ആണ് കേട്ടോ. ബോട്ടം പീസ് വരുന്നത് ഈ ഒരു ക്രീം ഷെയ്ഡിൽ കോട്ടൺ തന്നെയാണ്. പ്രൈസ് ചെയ്യുന്നത് 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ നല്ലൊരു റെയർ ഷെയ്ഡാണ്, എപ്പോഴും നമുക്ക് കിട്ടാത്ത, അജ്രക്കിൽ എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല. ഓറഞ്ച് ഷെയ്ഡില് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഡിസൈൻ ആണ് ത്രൂ ഔട്ട് വരുന്നത് കേട്ടോ. ഇതില് ദുപ്പട്ടയും നല്ലൊരു വെറൈറ്റി ദുപ്പട്ടയാണ്. ത്രൂ ഔട്ട് ഇങ്ങനെ ഇതൊക്കെ ആപ്ലിക് ആണ്, ഹാൻഡ് ആപ്ലിക് വർക്ക്സ് ആണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ഹിമ്മിങ് ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ്. ടാസൽസ് വരുന്നുണ്ട്, മുത്തൊക്കെ വെച്ചിട്ടുള്ള ടാസൽസ് ആണ്. ബോട്ടം പീസ് വരുന്നതും പ്യുർ കോട്ടൺ തന്നെയാണ്. പ്യുർ കോട്ടണിൽ വരുന്ന അജ്രക് പ്രിന്റ് ആണ് കേട്ടോ. പ്രൈസ് സെയിം തന്നെയാണ്. ഇന്ന് നമ്മൾ കാണിക്കുന്ന എല്ലാ കാറ്റഗറിയും 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. യെല്ലോയിൽ നല്ലൊരു പ്ലസന്റ് യെല്ലോ, മെറൂൺ, ബ്ലാക്ക് ഒക്കെ ഡിസൈൻസ് ത്രൂ ഔട്ട് വരുന്ന ഒരു മാംഗോ ഡിസൈൻസ് ആണ്. ദുപ്പട്ടയിൽ ഇതുപോലെ തന്നെ യെല്ലോ മാത്രമല്ല, സെന്ററിൽ വരുന്നത് മാത്രം യെല്ലോ ആപ്ലിക്, പിന്നെ വരുന്നത് ബ്ലൂ, ഓറഞ്ച് ഷെയ്ഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ടുള്ള ടോപ്പ് നമുക്ക് പെയർ ചെയ്യാം. ബോട്ടം വരുന്നതും പ്യുർ കോട്ടണിൽ വരുന്ന ക്രീം ഷെയ്ഡിൽ വരുന്ന ബോട്ടം പീസാണ്. അജ്രക്കിൽ വരുന്ന നെക്സ്റ്റ് കളർ ബ്ലൂ ഷെയ്ഡാണ്, ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന മാംഗോ ഡിസൈൻസ് ആണ്. ദുപ്പട്ടയിൽ ഇതുപോലെ തന്നെ ആപ്ലിക് വർക്ക് ദുപ്പട്ടയാണ്. എല്ലാം ആപ്ലിക് വർക്ക്. അതിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ടാസൽസ് ഒക്കെ ഇതില് വേറൊരു പ്രത്യേകതയാണ് ഈ ടാസൽസ്, കണ്ടില്ലേ? ഇതൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ടാസൽസാ. ചെറിയൊരു മുത്തൊക്കെ വെച്ച് ഇതും ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് രണ്ട് കളേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാ. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെറ്റുകളല്ല. അതുപോലെ കുറെ പീസസും അവൈലബിൾ അല്ല കേട്ടോ, അതും കൂടെ പറയട്ടെ. ഇതൊക്കെ യൂണീക്ക് സെറ്റുകളാണ്. എല്ലാം ഓരോ പീസുകൾ തന്നെ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ക്രീം ഷെയ്ഡ് തന്നെ ബോട്ടം പീസ് വരുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഷെയ്ഡ് ആണ്. റെഡിൽ ഇതുപോലെ തന്നെ മാംഗോ ഡിസൈൻസോട് കൂടിയിട്ടുള്ള അജ്രക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. ദുപ്പട്ട ഇതുപോലെ സെന്റർ പോർഷനിൽ ഈ ഒരു റെഡ്, പിന്നെ താഴേക്ക് വരുമ്പോൾ ബ്ലൂ, യെല്ലോ, ഗ്രീൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം ഷെയ്ഡില് ഫ്യൂഷൻ ദുപ്പട്ടയാണ്. ബോട്ടം പീസും പ്യുർ കോട്ടൺ. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഷെയ്ഡ് തന്നെയാണ്. യെല്ലോ നല്ല പ്ലസന്റ് യെല്ലോ ആണ് കേട്ടോ. ചെറിയ ചെറിയ ഡിസൈൻസും ആണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ്. ദുപ്പട്ട ഇങ്ങനെ ഈ ഒരു എലിഫന്റ് ഡിസൈൻസ് ആണ്. ഇതൊക്കെ ആപ്ലിക് തന്നെയാണ് കേട്ടോ, പ്രിന്റ് അല്ല. ഇതെല്ലാം ഇങ്ങനെ ഈ ഒരു എലിഫന്റ് ഡിസൈൻ കട്ട് ചെയ്തെടുത്ത് ഇതൊക്കെ ഇങ്ങനെ ഹെമ്മിങ് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പ്രൈസ് വരുന്നത്. നന്നായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സെറ്റുകളാണ്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ്. ഇങ്ങനെയാണ് ഓവറോൾ വ്യൂ വരുന്നത്.
നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ, ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡില് ഡിസൈനിൽ ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻസ് ആണ് വരുന്നത്. ദുപ്പട്ട ഇതുപോലെ ഈ ഒരു ക്രീം ദുപ്പട്ടയില് ബ്ലൂ ഡിസൈൻസിൽ വരുന്ന എലിഫന്റ് ആപ്ലിക് വർക്ക്സ് ആണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ലോവർ എൻഡിൽ ടാസൽസ് ഒക്കെ വെച്ച് ഫിനിഷ് ചെയ്തിട്ടുള്ള ദുപ്പട്ട. ബോട്ടം വരുന്നത് പ്യുർ കോട്ടൺ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഷെയ്ഡിലും ഇതുപോലെ കുഞ്ഞു ഫ്ലോറൽ പ്രിന്റുകളാണ് കേട്ടോ. ഫ്ലവർ പ്രിന്റ് ആണ് അജ്രക് പ്രിന്റ് വരുന്നത്. ദുപ്പട്ട നോക്കിയേ, നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഫ്ലവറും ഇതൊക്കെ ആപ്ലിക് ആണ് കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. പ്രിന്റുകളല്ല, ഒക്കെ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട. ബോട്ടം വരുന്നത് ഈ ഒരു പ്യുർ കോട്ടണിൽ വരുന്ന ക്രീം ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ്. ഡാർക്ക് ഗ്രീൻ ബോഡി വരുന്നുണ്ട്. ദുപ്പട്ടയില് ആ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡില് എല്ലാ കളേഴ്സും വെച്ചിട്ടുള്ള പാച്ചിങ് ആണ് കേട്ടോ. ഫ്ലവർ പാച്ചും താഴെ ലോവർ എൻഡിലൊക്കെ പാച്ചിങ് ആണ്. നല്ല എഫേർട്ട് എടുത്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഈ ദുപ്പട്ടയ്ക്കാണ് ഇതിന് ശരിക്കും കോസ്റ്റ് വരുന്നത്. ദുപ്പട്ട നമുക്ക് വേറെ ഇതിൽ വരുന്ന കളേഴ്സിലൊക്കെ പെയർ ചെയ്യാനും പറ്റും കേട്ടോ. ബോട്ടം വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. സെയിം തന്നെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ചെറിയ ഫ്ലവർ ഡിസൈൻ വരുന്ന അജ്രക് പ്രിന്റ് ആണ്. ദുപ്പട്ട ഇങ്ങനെ ക്രീം ബേസില് ബ്ലൂ മെറൂൺ പിന്നെ എല്ലാ മൾട്ടി ഷെയ്ഡ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ദുപ്പട്ടയില് മാത്രം ചെറിയ പ്രിന്റുകളിൽ ചിലപ്പോൾ ചെറിയ പ്രിന്റ് അല്ല സോറി ഈ ആപ്ലിക് വർക്ക് ഷേപ്പ് ഉണ്ടല്ലോ, അതിൽ ചെറിയ ഡിഫറൻസസ് വരുന്ന സെറ്റുകളും ഇതേ ഷെയ്ഡ്സിൽ വരുന്നുണ്ട് കേട്ടോ. ബോട്ടം പീസ് വരുന്നത് പ്യുർ കോട്ടണിൽ വരുന്ന ക്രീം ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ തന്നെ ചെറിയ ഡിഫറൻസ് ആണ്. ബോഡി ഇങ്ങനെയും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. ദുപ്പട്ടയിൽ വരുന്ന ഈ ഒരു ആപ്ലിക് വർക്കിന്റെ ഷേപ്പ് ചെറിയ ചേഞ്ചസ് ഒക്കെ എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ. ഡിഫറെന്റ് ഷേപ്പിലാണ് എല്ലാം ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ്. അജ്രക് കളക്ഷനിൽ വരുന്ന ലാസ്റ്റ് സെറ്റ് നമുക്ക് ബേസ് ഈ ഗ്രീൻ തന്നെയാണ്. നമ്മളിപ്പോൾ കാണിച്ച ഈ ഗ്രീൻ തന്നെയാണ്. ദുപ്പട്ട ബ്ലൂ ആണ് കേട്ടോ വരുന്നത്. ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ ആപ്ലിക് വർക്ക് ദുപ്പട്ട. ബോട്ടം പീസും ബ്ലൂ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച കളക്ഷൻസ് എല്ലാം ഇതുപോലെ ആപ്ലിക് വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ട വരുന്ന പ്യുർ അജ്രക് സെറ്റുകളാണ്. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഡക്ട്സ് എല്ലാം വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് പ്രോഡക്റ്റിലേക്ക് എത്താം. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.